LNP Renewable System എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ബേസിക്സ് ഓഫ് PLC ലാഡർ ലോജിക് ഒരു ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എഞ്ചിനീയറായിട്ട് ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയറായിട്ട് നിങ്ങൾ ലാഡർ ലോജിക്കിൽ അറിയേണ്ട ചില ബേസിക്സ് അതിൻ്റെ ചില പാർട്ട് 2 നമുക്കിന്ന് കാണാം. നിങ്ങൾ പാർട്ട് 1 മിസ്സാക്കിയെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ പാർട്ട് 1 കാണാൻ പറ്റും. സോ ഇന്ന് പാർട്ട് 2 നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ലാഡർ ലോജിക്കിൽ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന NO കോണ്ടാക്ട്, MC കോണ്ടാക്ട്, നോട്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ ഇഫ് ദെൻ പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ലാഡർ ലോജിക്കിൽ ക്രിയേറ്റ് ചെയ്യാം വിത്ത് എക്സാമ്പിൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നു. ഓക്കെ, ലാഡർ ലോജിക്കിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞ മാതിരി നോർമലി ഓപ്പൺ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഏത് പൊസിഷനാണെന്ന് പറഞ്ഞാൽ ഒരു കോയിലുണ്ട്, അത് എനർജീസ് ആകാതെ അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത് നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആണ്, ഡി എനർജൈസ് സ്റ്റേറ്റ്. അതായത് നോർമലി ഓപ്പണിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ when the input is false the output is also false, when the input is true output is also true. Basically ഇങ്ങനെയാണ് ഒരു NO കോണ്ടാക്ട് വർക്ക് ആവും. When the coil is energized it will the contact will operate, it will operate from normally open position to normally closed position. ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ട് NO ഫംഗ്ഷൻ വർക്ക് ആവും. സോ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് അത് ക്ലോസ്ഡ് പൊസിഷനിൽ തന്നെ ഉണ്ടാവും. ഡി എനർജി സ്റ്റേറ്റിൽ വെൻ വി എനർജൈസ് ദ കോയിൽ ഇമീഡിയറ്റ്ലി അത് കോണ്ടാക്ട് ഓപ്പൺ ആവും. ഇതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത്തിരി കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഇൻപുട്ട് I1 എന്ന് വെക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ലാച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഈ ലാച്ചിങ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് കിട്ടാത്ത സമയത്തും ഇഫ് യു ആർ യൂസിങ് എ പുഷ് ബട്ടൺ ഇൻ സച്ച് ഒക്കേഷൻസ് ലാച്ചിങ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ for small programs. But even in certain places instead of this latching we are occupying extra memory. In order to avoid this നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലാച്ചിന് സെപ്പറേറ്റ് ആയിട്ട് അൺലാച്ചിന് സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ I1 എനേബിൾ ചെയ്യുമ്പോൾ ഇമീഡിയറ്റ്ലി എന്താകുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. സോ നൗ വി ആർ സിമുലേറ്റിംഗ് ഇറ്റ്. when we enabled the I1 immediately the output 1, that is 0 1 O1 will on. Even when we off I1 still the output is on because we had latched it, that's why it is on. ബേസിക് ആയിട്ട് ഒരു പുഷ് ബട്ടൺ വെച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കണം, ഇതൊരു പുഷ് ബട്ടൺ കോൺസെപ്റ്റാണ്. ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഓൺ ആവണം, പുഷ് ബട്ടൺ റിലീസ് ചെയ്താൽ അത് ഓണിലിരിക്കണം, അതാണ് ലാച്ചിങ്. നോർമലി നമ്മൾ ഈ പറഞ്ഞ ഈ താഴത്ത് കൊടുത്തിരിക്കുന്നത് ലാച്ചിങ് ചെയ്യാതെ ചെയ്യുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് ഔട്ട്പുട്ട് നമ്മൾ ബട്ടൺ റിമൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അങ്ങനെയാണ് ഒരു നോർമലി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഔട്ട്പുട്ടിനെ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെൻ വി എനേബിൾഡ് I2 ഇമീഡിയറ്റ്ലി വി ക്യാൻ ഏബിൾ ടു സ്വിച്ച് ഓഫ് ദ ഔട്ട്പുട്ട്. അടുത്ത നോട്ട് ഫംഗ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ എല്ലാവർക്കും അറിയാം. ഇഫ് ദ ഇൻപുട്ട് ഇസ് ഫോൾസ് ദ ഔട്ട്പുട്ട് ഇസ് ട്രൂ. ഇഫ് ദ ഇൻപുട്ട് ഇസ് ട്രൂ ദ ഔട്ട്പുട്ട് വിൽ ബി ഫോൾസ്. If it is a 0 output is 1. If the input is 1 the output will be 0. Inverse operation. So അതാണ് സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോർമലി ഒരു കോണ്ടാക്ട് ആണെങ്കിൽ NO കോണ്ടാക്ട് ആണെങ്കിൽ നോട്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ദ MC. ആൻഡ് if it is a truth one immediately it will make it false. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ലോജിക് ഇവിടെ നിങ്ങൾ സിമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇൻപുട്ട് 0 ആണ്. ഇൻപുട്ടിനെ നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ ഇമീഡിയറ്റ്ലി എന്താണെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് ഓഫ്. And when the input is 1 the output is 0. Now when we switch off I0 the output is on. So it's the inverse operation, that is not function. This is how it will work. Mostly for the safety operations they will use this reset push button and all. If the plant is running, there occurs a fire alarm, immediately you have to stop the plant. In such places this MC contact they will use. So normally it will be the MC contact. When we enabled it will become NO, the output, all the critical outputs will get off. For the safety emergency conditions normally they will use this. Now if നമുക്കൊരു ബേസിക് ആയിട്ട് ഇഫ് ദെൻ ഫംഗ്ഷനെ കുറിച്ച് കാണാം. അതായത് ഇവിടെ ഒരു കണ്ടീഷൻ ക്ലിയർ ആയിട്ട് ഇഫ് ദിസ് ഇൻപുട്ട് ഇസ് ഓൺ then only the output should on. This is the condition. This is how we have to create inside a logic. So ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ഒരു PLCയിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈൻ സപ്ലൈ കോമൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലോഡ് സൈഡ് ഒരു ലൈറ്റ് കണക്ട് ആയിട്ടുണ്ട്. This is a normal open condition where when the switch is not operated the output is also not operating.
ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സെയിം കോൺസെപ്റ്റിനെ നമുക്ക് റിലേവും PLCയും വെച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത്രയും കൂടി ഈസി ആയിട്ടുണ്ടാവും. സോ ബേസിക്കായിട്ട് റിലേ ഓപ്പറേറ്റ് ആവാൻ ഒരു 24 വോൾട്ട് വേണം. ഓക്കെ, അതേപോലെ ഓക്കെ നമ്മുടെ ലോഡ് ഓപ്പറേറ്റ് ആവാനും ലൈന് വേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതിന് നമുക്ക് സപ്ലൈ വേണമെന്ന് പറഞ്ഞാൽ 24 വോൾട്ട് കൊടുത്തിട്ട് ഒരു പ്രഷർ സ്വിച്ച് വെച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ലാമ്പിനെ എനേബിൾ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇഫ് ദെൻ ഫംഗ്ഷനാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് push button is off condition, that is when it is in the normally open condition, there is no output, light is off. Now what we are doing, we are actuating, we activated the switch, we enable the switch, we make on the switch. What is happening? Immediately the light is glowing. So this is the basic if then condition. This is how it is executed inside the PLC. Okay, and if you go for a truth table, so if the input is false, the output is also false. If the input is true, the output is also true. Okay, ഇപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണാം. ഓക്കെ, ഒരു എഡിറ്ററിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ലോജിക്കാണ് ഇപ്പോൾ സിമുലേറ്റ് ആക്കി കാണിക്കാൻ നമുക്ക്. When the input is I0 is enabled, immediately the output is off. When the input is off, output is off. So this is a if-then function we can establish inside a ladder logic. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ട് ഇൻപുട്ട് ഉണ്ട്, AB എന്ന് പറഞ്ഞിട്ട് രണ്ട് കോയിൽ ഉണ്ട്, കറണ്ട് CR1 CR2 എന്ന് പറഞ്ഞ രണ്ട് റിലേസ് ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ CR1-ലിരുന്ന് NC കോണ്ടാക്ട് എടുത്തിട്ട് CR2-ൽ NO കോണ്ടാക്ട് എടുത്തിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലാമ്പിനെ നമുക്ക് ചെയ്യാൻ പോകും. ഇപ്പോൾ ഇതിൽ ട്രൂത്ത് ടേബിൾ വൈസ് നോക്കുമ്പോൾ when the two inputs are 0, the output will also be 0. When the input of A is 0, okay, and the input of B is 1, what will be the output? Definitely there will be an indicator, because we are using the NC contact of this current relay, we are enabling the CR2. What is happening? Immediately the light will glow. Now what we are doing, if the input of A is on, okay, A മാത്രം ഓൺ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് NO കോണ്ടാക്ട് ആവും, നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആവും. ഓക്കെ, now the input is 0, still 0, there won't be any output. രണ്ട് ഇൻപുട്ടും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ പോണ ലൈൻ വന്ന് കിട്ടൂല, ബിക്കോസ് ഇറ്റ് ഇസ് ചേഞ്ചിങ് ഫ്രം NC to NO. The switch is open, so it won't operate. So only in this condition we will have an output. See here, this is how the output is. This is a simple example. Thank you so much. Please subscribe. If you want to know more and learn more, please contact us. We are providing training support. If you want to do projects with us also, you can contact us. We are providing that services as well. And also ഞങ്ങൾ സോളാർ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡിൻ്റെ ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ് സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ലാതെ ഓക്കെ നമ്മൾ PLCൻ്റെ ലാഡർ ലോജിക്കിൻ്റെ ബേസിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ്റെ ബേസിക്സിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊരു സെഷനായിട്ട് കോളേജിന് കണ്ടക്ട് ചെയ്ത് തരാറുണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്ത് തരാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം അല്ലാതെ ഓക്കെ നിങ്ങൾ വന്നിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ബേസിക്സിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ മാതിരി സെഷനെ നമ്മൾ 4 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും സെഷൻ നിങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വരി ചെയ്യേണ്ട. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴത്ത് ഞങ്ങൾ ആ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക്സ് റെഫർ ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ഇനിയും ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നന്ദി. സോ അടുത്ത സെഷൻ നമുക്ക് കാണാം.